അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആധുനിക കാലത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിലരെങ്കിലും സ്വന്തം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനാചാരം വിഷയം എന്താണെന്ന് പറയാം. ഏപ്രിൽ ഫൂളും കളവും മതവീക്ഷണത്തിൽ എന്നതിനെ കുറിച്ചിട്ടാണ്. ഏപ്രിൽ ഫൂള്, അതായത് ഏപ്രിൽ 1-ാം തീയതി ചിലർക്ക് വെഡ്ഡി ദിനമായിരിക്കാം. എന്നാൽ സത്യവിശ്വാസികൾക്ക് മറ്റു ദിവസങ്ങളെപ്പോലെ തന്നെ പ്രധാനമാണത്. എല്ലാ ദിവസത്തെയും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. വെഡ്ഡി ദിനത്തിൻ്റെ ഉത്ഭവം അജ്ഞാതമാണെന്ന് അഖില വിജ്ഞാനകോശവും സർവ്വവിജ്ഞാനകോശവും മലയാളം എൻസൈക്ലോപീഡിയയും പറയുന്നുണ്ടെങ്കിലും ഫ്രാൻസിലെ രാജാവായിരുന്ന ചാർൾസ് 9-ാമനാണ് ഈ അനാചാരത്തിൻ്റെ കാരണക്കാരനെന്ന് പറയപ്പെടുന്നു. 1564 മാർച്ച് മാസത്തിൽ ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ ചാർൾസ് രാജാവിനൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി. പുതുവത്സരം ഏപ്രിൽ 1-ന് തുടങ്ങിയാൽ എന്താ? രാജാവല്ലേ, ആര് ചോദിക്കാൻ? ഉടനെ വിളംബരം ചെയ്തു. പ്രജാസഞ്ചയം രാജശാസന അനുസരിച്ചു. പക്ഷെ അവരെല്ലാവരും ജനുവരി 1-ന് ബന്ധുമിത്രാദികൾക്ക് നവവത്സരാശംസകൾ അയച്ചു കഴിഞ്ഞതാണ്. എന്തു ചെയ്യും? അവർ ഏപ്രിൽ 1-ാം തീയതി രാജകൽപ്പന മാനിച്ചുകൊണ്ട് ബന്ധുമിത്രാദികൾക്ക് ചില സാങ്കല്പിക സമ്മാനങ്ങൾ അയച്ചു കൊടുത്തു. വെറും പാക്കറ്റുകൾ മാത്രം. ഈ സങ്കല്പ സമ്മാനം ഏപ്രിൽ ഫിഷ് എന്ന പേരിൽ അറിയപ്പെട്ടു. കളവ് പറയൽ നിഷിദ്ധമാണെന്ന വിധി പ്രസിദ്ധമാണ്. അതിനാൽ ഏപ്രിൽ 1 മറ്റു ദിവസമായാലും കളവ് പറയൽ ഹറാമാണ്, തെറ്റാണ്, കുറ്റമുള്ളതാണ്. ഇതാണ് അടിസ്ഥാന നിയമം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കളവ് പറയൽ നിർബന്ധമാകും, അതായത് സത്യം പറയൽ ഹറാമാകും. ചില സന്ദർഭങ്ങളിൽ കളവ് പറയൽ അനുവദനീയമാകും. ചില സമയങ്ങളിൽ കളവ് പറയാതിരിക്കൽ സുന്നത്താകും. അവയും അതിൻ്റെ നിയമങ്ങളും മുന്നേയുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്.